വെട്ടിക്കണ്ടിച്ച് കുഴിച്ച് മൂടിയാ അവസാനം അപ്പം ഉണ്ടാക്കി പറഞ്ഞതാണ്. ഗണപതിയുടെ ഒരു കോള്, ചേച്ചി ഇപ്പൊ അഭിനയിക്കുന്നുണ്ടോ? നീ ഇതും മണിയോടി നീ ഒറ്റ ഡയലോഗ് വേറെ രീതിയിലാണ് ചോദിച്ചത്. ഇപ്പൊ വരുന്നുണ്ട് ഡീ വിളിക്കണം കേട്ടോ. ലാസ്റ്റ് അതിന് മാത്രം ചെറിയൊരു ഷാർപ്നെസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഇരുന്നിട്ട് എന്നൊക്കെ കാണിച്ചു. അപ്പോൾ ചിദംബരം പറഞ്ഞു, ചേച്ചി അത്ര വേണ്ട. ഫസ്റ്റ് സീനൊക്കെ കൊടുത്തന്നപ്പോൾ ഞാനിങ്ങനെ വറച്ച് ഫുള്ള് ഷംനാഥ മാത്രം സംസാരിക്കണം, മറ്റുള്ള എന്നൊക്കെ മാത്രമേ ഉള്ളൂ നായികയ്ക്ക്. നെഞ്ചടിപ്പോടെ ഒന്നും ഞാനും ഒരു പടത്തിന് നിന്നിട്ടില്ല. ചേച്ചി ഓക്കെ, അപ്പൊ നമ്മള് പടം ചെയ്യുന്നു. മോളെ അതെന്റെ ഫീല് പറയാൻ പറ്റില്ല. എൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ചിദംബരം മാത്രമേ അഭിനയിക്കുന്നുള്ളൂ ഫസ്റ്റ് ആലിപ്പഴത്തിൽ. അന്ന് ഗണു കുഞ്ഞാണ്. പക്ഷെ ഈ ചിദംബരമാണ് മഞ്ഞുമൽ ബോയ്സ് എടുത്തതെന്ന് എനിക്കറിയില്ല. എല്ലാവരും ഇപ്പം ഷംനത്തേലാണ്. ഭയങ്കര ആർപ്പുവിളിയും വിസിലടിയും ഷംനാഥ എന്നൊക്കെ പറഞ്ഞു. ഇൻട്രോ കാണുമ്പോൾ തന്നെ നമ്മളങ്ങ് ഞെട്ടിപ്പോവാണ്. കുറെ പേർക്കൊന്നും ആദ്യം മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഞാൻ തന്നെയാണോ എന്ന്. സീരിയലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സിനിമയിലേക്ക് വിളിക്കാനായിട്ട് എല്ലാ ഡയറക്ടേഴ്സും മടിക്കുന്നു. ഇനി എത്ര വലിയ സീരിയലിലെ നായികയാണെന്ന് പറഞ്ഞിട്ടും ഇനി എത്ര അവാർഡ്സ് കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നെ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ സിനിമയിൽ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കണം. ഇത് ഒരു അമ്മയുടെ തലപ്പത്തിരുന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവർ പലരും ചെയ്തു. അട്ടർ ഫ്ലോപ്പ് എന്ന് പറയില്ല കേട്ടോ ഞാൻ. അവരൊരുപാട് കാര്യങ്ങൾ ചെയ്തു. ഈ പറയുന്ന ആരും മോശക്കാരുമല്ല. പക്ഷേ അവരുടെ തുടക്കത്തിലെ തന്നെ കുറെ പാളിച്ചകളോടെ സംഭവിച്ചു പോയി. ലാട്ടൻ പറഞ്ഞു, നിങ്ങൾ തീരുമാനം എടുക്കുക. പക്ഷെ ഒറ്റ ഒരു വാക്കിൽ ഞങ്ങളെല്ലാവരും കൈയടിച്ചു. ഇന്നലെ നമുക്ക് ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കി. അതിലൊരാളെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് ആളില്ല നമുക്ക് പറയാനായിട്ട്. ഞാൻ ഒരു കാര്യത്തിൽ ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയാണ്. ടൈം, ഏതൊരു മനുഷ്യനും ഒരു ടൈം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. മഞ്ഞുമൽ ബോയ്സ് എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം ഒരുക്കിയ സിനിമയാണ് ബാലൻ. സിനിമയിലെ ഏവരെയും ഞെട്ടിച്ച കഥാപാത്രമാണ് ഷംനത. പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. നമുക്ക് റിപ്പോർട്ടർ ഫിലിംസിലേക്ക് ബീന ആന്റണിയെ സ്വാഗതം ചെയ്യാം. ഹലോ ചേച്ചി. നമസ്കാരം. ഇപ്പൊ ബീന ആന്റണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല, എല്ലാവരും ഇപ്പം ഷംനത്തേലാണ്. എങ്ങനെയാണ് ആ ക്യാരക്ടറിലേക്ക് എത്തി? ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു തിയേറ്ററിൽ ബീന ആന്റണീന്റെ ആ ഒരു ഇൻട്രോ കണ്ടപ്പോൾ തന്നെ. എങ്ങനെയാണ് ആ ക്യാരക്ടറിലേക്ക് എത്തിയത്? കുറെ പേർക്കൊന്നും ആദ്യം മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഞാൻ തന്നെയാണോ എന്ന്. ഇത് ബീന ആന്റണി ഇല്ല അങ്ങനെയൊക്കെ ചോദിച്ചു എല്ലാവരും. എൻ്റെ ഫാമിലിയിലെ കസിൻസ് കണ്ടപ്പോഴും അവരാരോടും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോനും ഞാനും, ഞങ്ങൾ മൂന്നും, പിന്നെ എൻ്റെ വളരെ അടുത്ത 2 സുഹൃത്തുക്കളും അല്ലാതെ ഈ ലോകത്ത് പിന്നെ അവർക്ക് മാത്രം ആ യൂണിറ്റുള്ളവർക്കറിയാം. അന്നത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ പ്രത്യേകം പറഞ്ഞിരുന്നു, ഇതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കണ്ടായി എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ചെയ്തിരുന്നു 1-2 സിനിമയൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ ചെയ്തു. പക്ഷേ ഒന്നും വലിയ ഇതിലേക്കൊന്നും വന്നില്ല. പിന്നെ ഇത്ര നല്ല ശക്തമായ കഥാപാത്രമായിരുന്നില്ല. അപ്പോൾ എത്തിയത് ശരിക്കും പറഞ്ഞാൽ ഞാനും ഞെട്ടിയാണ് വന്നത്. ഒരു ദിവസം ഗണപതിയുടെ കോള് വന്നപ്പോൾ ഞാനും ശരിക്കും പറഞ്ഞ ഞെട്ടി. ആക്ച്വലി അതിന് മുന്നേ ഞാൻ ചിദംബരത്തിനും ഇതൊക്കെ ഒരു മെസ്സേജസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് ഇത്ര ഹിറ്റായതിനു ശേഷം ഞാനിങ്ങനെ. അപ്പോൾ മഞ്ഞുമൽ ബോയ്സും പടമായിട്ട് ഞാനൊരു ചെറിയ ബന്ധമുണ്ട്. ഞാൻ മഞ്ഞുമക്കാരിയാണല്ലോ, മഞ്ഞുമൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പം എൻ്റെ കസിൻ സിസ്റ്ററെ കെട്ടിയിരിക്കുന്ന ഒരു കുട്ടിയാണ് മഞ്ഞുമൽ ബോയ്സിലെ ചന്തുവിൻ്റെ ക്യാരക്ടർ. ആ ട്രിപ്പിൽ പോയ ഒരാൾ എൻ്റെ യഥാർത്ഥത്തിൽ റിയൽ ലൈഫിലെ ക്യാരക്ടർ ചന്തു ചെയ്തില്ലേ, സലീമേട്ടൻ്റെ മോന്, ആ ക്യാരക്ടർ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ കല്യാണം കഴിച്ച എൻ്റെ കസിനാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അവന് മെസ്സേജ് ഇട്ടു ഇൻസ്റ്റയിൽ, ചിദംബരം മോനെ എടാ നീ എന്നെ ഓർക്കുന്നുണ്ടോ, നിൻ്റെ അമ്മയാണ് ഞാൻ, നിങ്ങളുടെ 2 പേരുടെ അമ്മയാണ്. എന്നിട്ട് നിങ്ങൾ ഈ മഞ്ഞുമൽ ബോയ്സ് എടുത്തപ്പോൾ അതിൽ കുറേ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിൽ എന്നെ ഒന്ന് കൺസിഡർ ചെയ്യായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒരു ചെറിയ ചാറ്റിംഗ് ഉണ്ടായിരുന്നു. അവൻ എന്തൊക്കെയോ സംസാരിച്ച് ഒരുപാട് സന്തോഷം ചേച്ചി എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ദൈവമേ, ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഗണപതിയുടെ ഒരു കോള്. ഞാൻ ഓർത്ത് എന്തെങ്കിലും പറയാനായിരിക്കും എന്ന് ഓർത്ത് എടുത്തപ്പോൾ ചേച്ചി ഇപ്പോൾ അഭിനയിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു എന്ത് ചോദ്യം അത്, നമുക്ക് അടുത്തൊരു പ്രോജക്റ്റ് ഉണ്ട്, ചേച്ചിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു ഈശ്വരാ ഒന്നും പറയാനില്ല, ഒരു സീനായാലും മതി, ഞാൻ അഭിനയിച്ചിരിക്കുന്നു, നീ തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഒരു കാര്യം ചെയ്യും, ചിതു ഇപ്പോൾ ഇവിടെ ഇല്ല, ചിതുവില്ല എൻ്റെ അടുത്ത് പറഞ്ഞു ശരി ഓക്കെ ചേച്ചി ഞാൻ പറയാമെന്ന് പറഞ്ഞു വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരനക്കമില്ല, എനിക്ക് ചോദിക്കാനും ഒരു ചമ്മൽ, ഭയങ്കര ആങ്സൈറ്റി. അപ്പം ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് ഒരു ദിവസം ഗണപതിക്കൊരു മെസ്സേജ് ഇട്ടു, മോനെ എടാ ഒന്നും പറഞ്ഞില്ലല്ലോ, ഉണ്ടാവോ, ശരിയാണോ, എനിക്ക് ശരിയാവോ, എന്നെ എടുത്തോ നീ എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ. അപ്പോഴാണ് അവൻ്റെ മെസ്സേജ്. അവൻ പെട്ടെന്നൊന്നും ഇവനൊന്നും റിയാക്ട് ചെയ്യില്ല, കുറേ കഴിഞ്ഞിട്ടൊക്കെ റിയാക്ട് ചെയ്യുള്ളൂ കേട്ടോ.
അപ്പോൾ എനിക്കിന്ന് അന്നോ 2 ദിവസം കഴിഞ്ഞിട്ടും കണ്ടുകൊടുന്നത് ചിദംബരം വെളിയിലാണ് എന്തൊരു പ്രോഗ്രാമായിട്ട് പോയിട്ടുണ്ട്, അപ്പോൾ കൺഫേം ചെയ്തിട്ട് പറയാം, അവൻ വന്ന് ഓക്കെ എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിളിക്കണു മതി ചേച്ചി ഓക്കെ, അപ്പോൾ നമ്മൾ പടം ചെയ്യുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ പടം കിട്ടുന്നത്. ഒരു ഫീൽ എന്തായിരിക്കും അല്ലേ? മോളെ അതെൻ്റെ ഫീല് പറയാൻ പറ്റില്ല എനിക്ക്, കാരണം കുറേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ എപ്പോഴും നമ്മളൊരു വിശ്വാസം ഉണ്ടല്ലോ, ഒരു ശക്തിയുണ്ട്, ദൈവമുണ്ട്, അതിനെന്ത് വേണമെങ്കിലും യൂണിവേഴ്സ് എന്നോ ഇപ്പം അങ്ങനെയൊക്കെ വിളിക്കാം നമുക്ക്. അവിടെ ഞാൻ എന്നും എൻ്റെ ഒരു പ്രാർത്ഥനകൾ ഇത്ര മാത്രമേ ഉള്ളൂ, എനിക്ക് എൻ്റെ ലൈഫ് തീരണതിന് മുമ്പ് കുറച്ചെങ്കിലും കഥാപാത്രം എൻ്റെ മനസ്സിലാണെങ്കിൽ കുറച്ച് കഥാപാത്രം ചെയ്യാൻ എനിക്കൊരവസരം തരണം. ഇനി എത്ര വലിയ സീരിയലിലെ നായികയാണെന്ന് പറഞ്ഞിട്ടും ഇനി എത്ര അവാർഡ്സ് കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനിയൊരു എൻ്റെ മോൻ പോലും ഇനിയൊരു തലമുറ എന്നെ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്ട്രസ് ഉണ്ടായിരുന്നു എന്ന് എന്നെ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ സിനിമയിൽ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കണം. എൻ്റെ കഥാപാത്രങ്ങൾ യോദ്ധയിലും ഓഫ് കോഴ്സ് ഉണ്ട് 20, പക്ഷെ അതിലൊന്നും ഒരു ശക്തമായ കഥാപാത്രമൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ലാലേട്ടൻ എന്താണ് പൊന്നാരം തൊടുത്ത രാജാവിന് നല്ല വേഷമായിരുന്നു, അങ്ങനെയൊക്കെ കുറേ കഥാപാത്രങ്ങൾ ചെയ്തു എന്നുള്ളൂ. വളയം അതൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും എൻ്റെ കഥാപാത്രം അറിയുന്ന രീതിയിൽ എടുത്തു പറയുന്ന അങ്ങനെ ഒരു കഥാപാത്രം ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതിലേക്ക് വരികയാണെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു ഇൻട്രോ ഒന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അതൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തിന് നമ്മൾ ഇൻട്രോ കാണുമ്പോൾ തന്നെ നമ്മളങ്ങ് ഞെട്ടിപ്പോവുകയാണ്. അപ്പോഴാണ് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങതാവുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു ഇൻട്രോ ഒക്കെ സിനിമയിൽ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ചേച്ചിക്ക് ഉണ്ടായിരുന്ന ഒരു ഗൂസ് ബംസ് മൊമെന്റ് ഒക്കെ? പൊന്നു മോളെ, ഞാൻ അന്ന് ശരിക്കും പറഞ്ഞ പ്രിവ്യൂ ഷോ കാണണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ എനിക്ക് അവിടെ ഇരുന്നിട്ട് പുറത്ത് നിന്നിട്ട് സമാധാനമില്ല. കാരണം പിറ്റേ ദിവസം ഫസ്റ്റ് ഷോ എല്ലാവരുടെ ഒപ്പം കാണാമെന്ന് വിചാരിച്ചത്. ഇല്ല, സ്പോട്ട് ഡബ്ബിംഗ് ആയിരുന്നു. സിങ് സൗണ്ട് ആയതുകൊണ്ട് ഡബ്ബിങ്ങിനും പോകണ്ട. ഇല്ലെങ്കിൽ ഡബ്ബിങ്ങിന് പോകുമ്പോഴെങ്കിലും എനിക്ക് അവിടെ റിവൈൻഡ് ചെയ്ത് ഇവർ ഈ സീനൊക്കെ കാണുമ്പോഴും ഞാൻ മാറിയിരിക്കും പേടിച്ച്. എനിക്ക് കാണാനുള്ള ധൈര്യമില്ല. ഞാനിങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചീതോനെ വിളിക്കും, ചേച്ചി വാതയെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിങ്ങനെ എനിക്ക് പോയിട്ട് ചെയ്തത് എന്താണെന്ന് കാണണമെന്ന് എനിക്കപ്പോൾ ഭയങ്കര പേടി. പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ചെയ്യണു, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഫസ്റ്റ് സീനൊക്കെ കൊടുത്തന്നപ്പോൾ ഞാനിങ്ങനെ വറച്ച് ക്യാരവൻ്റെ ഉള്ളിൽ ഈശ്വരാ ഞാനിതെങ്ങനെ ചെയ്യും. സിങ് സൗണ്ടാണെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്, എനിക്കറിയില്ലായിരുന്നു. പിന്നെ നമ്മുടെ സീരിയൽ എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് ചെയ്യണു, കേട്ടങ്ങ് അലക്കല്ല, അങ്ങോട്ട് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഇത്രയും 35 വർഷത്തെ എക്സ്പീരിയൻസ് എടുക്കുമ്പോൾ എനിക്കിതൊന്നും ഒരു ടെൻഷൻ. പക്ഷേ ഈ കാണാപ്പാടം പഠിച്ച് ചെയ്യണ്ടേ, സിങ് സൗണ്ട് അല്ലേ, ഒരു ഹെൽപ്പില്ലല്ലോ. സീൻ കൊണ്ടുത്തപ്പോൾ ഫുള്ള് ഷംനാത്ത മാത്രം സംസാരിക്കണു, മറ്റുള്ള എന്നൊക്കെ മാത്രമേ ഉള്ളൂ നായികയ്ക്ക്. ഞാൻ ഭയങ്കര അവർ വന്നു, ഗണപതിയും ചിദംബരമൊക്കെ കാരവനിൽ കയറി വന്നു. ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് ഭയങ്കര പേടിയാവും, എൻ്റെ പൊന്ന് ചേച്ചി ഒന്നും മിണ്ടാതിരിക്കും, ചേച്ചിക്ക് പേടിയോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിയിട്ടൊക്കെ പോയി. പക്ഷേ ഒരു ഫസ്റ്റ് ടേക്കിലൊക്കെ ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. 1-2 ടേക്ക് കഴിഞ്ഞപ്പോൾ ഇത് മൊത്തം പഠിച്ച് ഒറ്റയടിക്കാണ് ചെയ്യണത്. എല്ലാ സീനും അതിൽ കണ്ട എല്ലാ സീനും ഒറ്റയടിക്കാണ് എല്ലാം പോയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഷോട്ടൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊന്ന് കംഫർട്ടായി. ഇത് സത്യത്തിൽ പ്രിവ്യൂ ഷോയിൽ ഞാൻ കാണുമ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കഥ പോലും എനിക്ക് മനസ്സിലായില്ല. ഞാനിങ്ങനെ വിറച്ചിട്ട് ഇങ്ങനെ എൻ്റെ കൂടെ ഉള്ളത്, എൻ്റെ കൂടെ അഭിനയിച്ച ആരൊക്കെയോ അവരൊക്കെ കൂടെ നിന്നിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനിങ്ങനെ വിറച്ചിട്ട് ഇങ്ങനെ കണ്ടു. എനിക്കൊന്നും സത്യത്തിൽ ആളുകളുടെ റിയാക്ഷൻസാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് അവിടെ ഫ്രണ്ടിൽ വിളിച്ചിരുത്തി ഷംനാത്താന്ന് എൻ്റെ പേര് സംസാരിക്കുന്നു പറഞ്ഞപ്പോൾ ഓഡിയൻസിൻ്റെ റിയാക്ഷൻ കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. എൻ്റെ പേര് വിളിച്ചപ്പോൾ ഭയങ്കര ആർപ്പുവിളിയും വിസിലടിയും ഷംനാത്താന്നൊക്കെ പറഞ്ഞു അപ്പം എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷം തോന്നി മനസ്സിൽ. മെയിൻ സ്ക്രീനിൽ നമ്മൾ കാണുന്നില്ലല്ലോ, നമ്മളെ ക്യാരക്ടർ ടി വിയിൽ വരുമ്പോൾ ഓഡിയൻസിന്റെ ഒരു റെസ്പോൺസ് ഒന്നും അറിയുന്നില്ല. ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കുമല്ലേ ഇത്രയും ക്രൗഡിൽ പ്രിവ്യൂ. ഓഫ് കോഴ്സ്. പിന്നെ ഞാൻ ഒരിക്കലും ഇങ്ങനെ ആളുകളുടെ കൂട്ടത്തിൽ ഇത്രയും നെഞ്ചടിപ്പോടെയൊന്നും ഞാൻ ഒരു പടത്തിന് നിന്നിട്ടില്ല. കാരണം പടം കണ്ടിട്ടുണ്ട്, ഇപ്പോൾ യോധയാണെങ്കിലും ബാക്കി എല്ലാ പടങ്ങളും നമ്മൾ പോയി കാണുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടെന്നുള്ളൂ. പക്ഷേ ഇതുപോലെ എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു. ഇപ്പം നേരത്തെ തന്നെ ചിദംബരത്തിന്റെയും ഗണപതിയുടെയും അമ്മയായിട്ട് ചേച്ചി ചെയ്തിട്ടുണ്ട് സീരിയലുകളിൽ. അതെ. ആ സമയത്ത് പ്രതീക്ഷിച്ചിരുന്നു എൻ്റെ മക്കൾ ഒരു സിനിമ എടുക്കും, അതിൽ ഞാൻ വരുന്നു, അങ്ങനെ ഒരു പ്രഡിക്ഷൻ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു? പക്ഷേ ഈ ഗണപതിയും ചിദംബരമൊക്കെ നല്ല ആർട്ടിസ്റ്റുകളാവുമെന്ന് എനിക്ക്. പക്ഷേ ഗണപതിയല്ല, എൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ചിദംബരം മാത്രമേ അഭിനയിക്കുന്നുള്ളൂ ഫസ്റ്റ് ആലിപ്പഴത്തിൽ. അന്ന് ഗണു കുഞ്ഞാണ്, അപ്പോൾ ഒന്നും അവൻ അഭിനയിക്കുന്നില്ലല്ലോ. അപ്പോൾ ചിദംബരം ഭയങ്കര ക്യൂട്ടെന്ന് വെച്ചാൽ എൻ്റെ ദൈവമേ എന്തൊരു ഭംഗിയായിരുന്നു ഇവനെ കാണാനായിട്ട്. ചിദംബരം ഒരു ഭയങ്കര ഭംഗിയുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ എൻ്റെയും വിജയമേനോൻ്റെ മോനായിട്ടാണ് ചിദംബരം. ഭയങ്കര നല്ല എന്താ പറയുക, ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മോൻ
നമ്മുടെ സതീഷ് പൊതുവാളുടെ കുട്ടികളാണല്ലോ. സതീഷ് ഏട്ടൻ മക്കളെയും കൊണ്ട് വരും, മോനെയും കൊണ്ട് വരും, ഗണപതിനെ ചിലപ്പോൾ ചെറുതായിട്ട് കൊണ്ടുവരും വെറുതെ കളിക്കാനൊക്കെ. അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നല്ല മിടുക്കനായിട്ട് പോകണം. പക്ഷെ ഇവൻ വലിയൊരു ആർട്ടിസ്റ്റായിട്ട് വരുമെന്ന് ഞാൻ വെറുതെ ആർട്ടിസ്റ്റായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ചിദംബരത്തിൻ്റെ അഡ്രസ്സേ ഇല്ലല്ലോ. പിന്നെ നോക്കുമ്പോഴാണ് നമ്മുടെ ഗണപതി മറ്റേ പാട്ടൊക്കെ ആയിട്ട് വരുന്നു. എന്തുവായിരുന്നു ആ പാട്ട്? വിനോദയാത്രയല്ലേ? പാലും പഴവും കൈകളിലേന്തി. പാലും പഴവും കൈകളിലേന്തി പിന്നെ വരണതാണ് അതിൻ്റെ. അപ്പോൾ ഇവൻ എൻ്റെ മോനായിട്ട് കുഞ്ഞാലി മരക്കാറിൽ വരണു. ആര്? ഗണപതി. അവനും പോയി. പിന്നെ അവൻ സിനിമയിൽ ഇങ്ങനെ കാണും. പക്ഷേ ഈ ചിദംബരമാണ് മഞ്ഞുമൽ ബോയ്സ് എടുത്തതെന്ന് എനിക്കറിയില്ല. ഈ ചിദംബരമാണെന്ന് എനിക്ക് ഒരു അറിവേ ഇല്ല എനിക്ക്. പിന്നെയാണ് ഞാൻ എവിടെയോ ഗണപതിനെയും ചിദംബരം കണ്ടപ്പോൾ ഈശ്വര ഇത് എൻ്റെ മോനായിട്ട് അവനെ കാണിച്ചത്. അപ്പോഴാണ് ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടത്. യെസ്, ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇത്ര വലിയൊരു ഡയറക്ടറായിട്ട് ചിദംബരം വരുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വിചാരിക്കുന്നില്ല. ഇപ്പൊ ജയിൽ സീനൊക്കെ, സിനിമയിലെ ജയിൽ സീൻ ഭയങ്കര രസമായിരുന്നു. നമുക്ക് അറിയാം ഷംനത്തേന്റെ പവർ ഷംനത്തേക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ആ ഒരു ബോൾഡ്നെസ് ഒന്നും പുള്ളിക്കാരത്തിന്റെ സൗണ്ടിലോ ഒന്നുമില്ലല്ലോ. മോളെ അങ്ങനെയൊക്കെ വിളിച്ചിട്ട്. പക്ഷെ നമുക്കൊരു ഗാംഭീര്യം. ഓക്കെ, നെഗറ്റീവ് റോളിൽ ഇത്ര സെറ്റിലായിട്ട് ചെയ്യാൻ അത് എങ്ങനെയായിരുന്നു? എനിക്ക് സത്യം പറഞ്ഞാൽ സീൻ വായിച്ചപ്പോൾ ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഷോട്ടിൽ ഒരു ഇത്തിരി കൂടിയൊക്കെ ഒരു പവറൊക്കെ കാണിക്കാൻ നോക്കി. ഞാനിങ്ങനെ ഇരുന്നിട്ട് എന്നൊക്കെ കാണിച്ചു. അപ്പോൾ ചിദംബരം പറഞ്ഞു, ചേച്ചി അത്ര വേണ്ട, അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത്രയും വേണ്ടല്ലേ, അത് ശരി, അപ്പോൾ കുറച്ച്. എന്നിട്ട് പിന്നെ എന്നിട്ട് ചേച്ചി എന്നോട് പറഞ്ഞു, ചേച്ചി മഞ്ഞുമലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ, ആ ഒരു ടോണിലേക്കൊക്കെ അങ്ങോട്ട് സംസാരിച്ചാൽ മതി, ഇതിന് അത്രയും മതി. പിന്നെ എവിടെയാണ് ഇതിൻ്റെ ചില സാധനങ്ങളിൽ മാത്രമാണ് നമ്മൾ വിളിക്കണം കേട്ടോ ആ ലാസ്റ്റ്, അതിൽ മാത്രം ചെറിയൊരു ഷാർപ്നെസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ശരിയാക്കാം. ഷംനാഥ സംസാരിക്കുന്നത് കൊച്ചിന് മറ്റേ അതിൽ കാശൊന്നും നീ അങ്ങനെ അങ്ങനെ കാഷ്വലാണ്. ഞാൻ പുറത്തു പോയിട്ട് വിളിക്കണം, നമുക്ക് പൊളിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. മോളെ തട്ടി വിളിക്കുമ്പോഴൊക്കെ ഞാൻ മോളെ തുറക്കടി, ഷംനാഥ വന്നടി പൊന്നു മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് തുറക്കുമ്പോൾ തന്നെ നീ ഇതും പണി കഴിഞ്ഞി. ഒറ്റ ഡയലോഗ് വേറെ രീതിയിലാണ് ചോദിച്ചത്. ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ. പിന്നെ ഞാൻ നടന്നു പോകും. ഞാൻ പറഞ്ഞാൽ കൊള്ളാം, നിനക്ക് ഇത്രയൊക്കെ സെറ്റപ്പ് കിട്ടിയപ്പോൾ നിനക്ക് മറ്റത് മറിച്ചത് പിന്നെ വേറെ രീതി. അയ്യോ ഇവിടെ ഒരാൾ അങ്ങനെ ഞാൻ അതിനെ ചെയ്തപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ആസ്വദിച്ച് അവർ കാണണ്ടായിരുന്നു. പിന്നെ അവർ രണ്ടും ഗണപതിയും ചിതും ഉണ്ടെന്ന് അവർ രണ്ടും കൂടി വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇങ്ങനത്തെ അത് അപ്പം ഇട്ടതാണ്, ഏത് വെട്ടിക്കണ്ടിച്ച് കുഴിച്ച് മൂടിയാ അവസാനം അപ്പം ഉണ്ടാക്കി പറഞ്ഞതാ, അങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നു പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്, വെട്ടിക്കണ്ടിച്ച് കുഴിച്ച് മൂടിയാ, അയാൾ എൻ്റെ ഒരു സ്റ്റൈല് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ചെയ്തപ്പോൾ. പക്ഷെ അത് ഈ ഇതിൽ കണ്ടപ്പോൾ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു അതിന്. ഒരുപാട് പേര് അതിന് തന്നെ എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, എന്ത് ആ ഡയലോഗിൽ എന്തോ ഒരു ഭയങ്കര ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പക്ഷെ എത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇത്രയും ക്യാരക്ടറിന് ഇത്രയും ഒരു ഡെപ്ത് ഉണ്ടെന്നോ, അല്ലെങ്കിൽ ആളുകൾ ഇത്രയും ഒരു ചിലവരൊക്കെ പറഞ്ഞു വിസിൽ വെക്കുമ്പോൾ പേടിയൊക്കെ തോന്നി എന്നൊക്കെ പറഞ്ഞു. ഒരിക്കലും അവർ വരല്ലേ, മൂന്നാമത്തെ പ്രാവശ്യം ഒരിക്കലും അവർ വരലിൽ നിന്ന് പ്രതീക്ഷിച്ചു വന്നു. പക്ഷെ പിന്നെ വരുമ്പോഴൊക്കെ ഒരു ഭയമൊക്കെ തോന്നിച്ചു. ഞാൻ ഒരു കാര്യത്തിൽ ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയാണ്, ടൈം. ഏതൊരു മനുഷ്യനും ഒരു ടൈം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമുക്കിനി എത്ര കഴിവുണ്ടെന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ നമുക്കിനി ഞാൻ ആരുടെയൊക്കെ വലിയ ഇതിലൊക്കെ ഉള്ള ഭയങ്കര കാശും കോടീശ്വരിയായിട്ടും കാര്യമില്ല. എനിക്ക് ഉള്ളിൽ ഭയങ്കര കഴിവുണ്ടായിട്ടും കാര്യമില്ല. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതിനെല്ലാത്തിനും ഒരു ടൈം എന്നുണ്ട്. ഗണപതിക്ക് എന്തുകൊണ്ട് എന്നെ വിളിക്കാൻ തോന്നി ആ സമയമാണ് അല്ലേ, ആ ടൈമിൽ എന്നെ വിളിക്കാൻ തോന്നിയത് കൊണ്ടല്ലേ എനിക്കിന്ന് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്തു പോകും ആ ക്യാരക്ടർ. ചേച്ചി പ്രിവ്യൂ ഷോ കഴിഞ്ഞിറങ്ങിയതിന് ശേഷം പറഞ്ഞൊരു വാക്ക് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പം ടെലിവിഷൻ മിനി സ്ക്രീനിലുള്ള ആൾക്കാരെ ഇങ്ങോട്ടേക്ക് വിളിക്കും, സിനിമയിലേക്ക്. പ്രിവ്യൂ അല്ല, ഞാൻ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ പറഞ്ഞിരുന്നു, മിനി സ്ക്രീനിലുള്ള ആൾക്കാർ ഓവർ ആക്ടിങ് ആന്ന് പറഞ്ഞിട്ട് സിനിമയിലേക്ക് മാറ്റി നിർത്തുന്നുണ്ട്. അത് അങ്ങനെ ചേച്ചിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? ഞാൻ പണ്ട് ഒരുപാട് അഭിനയിച്ചതിന് ശേഷമാണല്ലോ ഞാൻ സീരിയലിലേക്ക് വന്നത്. എൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇത് കുറേ നാൾ സീരിയൽ എനിക്ക് സിനിമ വന്നപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ അവസ്ഥകളുണ്ടായിരുന്നു. കാരണം 15 വർഷം നായികയിൽ ഞാനിങ്ങനെ ഒരെണ്ണം കഴിഞ്ഞ് ഒന്ന് നേരത്തെ കമ്മിറ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ലോയ് സാർ എൻ്റെ അടുത്ത് കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ വളയം കഴിഞ്ഞിട്ട് എനിക്ക് സാറിൻ്റെ ഒരു പടം ചെയ്യാൻ പറ്റിയില്ലല്ലോ, സാറിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സാറിന് എൻ്റെ പടം ചെയ്യുമ്പോൾ. നീ അതുപോലെ മുരളിച്ചേട്ടൻ ഞങ്ങളുടെ വളയം ലൊക്കേഷനിൽ ഇരുന്ന് അന്ന് ഞാൻ ഭയങ്കര ബിസിയാണ്, യോദ്ധയും വളയവും ഒരേ ടൈമിൽ ചെയ്യണു. വളയത്തിൻ്റെ ലൊക്കേഷനിൽ നിന്ന് എൻ്റെ ബ്രേക്ക് ടൈമിൽ രാത്രി അവിടുത്തെ സോങ് എടുക്കില്ലേ,
പടകാളിയൊക്കെ എടുക്കാൻ ഞാൻ ഇവിടെ നിന്ന് തന്നെ അവിടെ കാത്തു കിടക്കും രാവിലെ തുടങ്ങിയ വണ്ടി. ഇവിടുത്തെ ലൊക്കേഷനിൽ നിന്നാണ് ഞാൻ അവിടെ പോയിട്ട് ആ ഫിലിം തീർത്തത്. അത്ര തിരക്കുള്ള ടൈമായിരുന്നെന്ന്. അന്ന് മുരളിച്ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, നീ നല്ല ആക്ട്രസ്സായിട്ട് വരും. എന്നോട് പറയാം മുരളിച്ചേട്ടൻ, നീ നല്ല ഒരു ആക്ട്രസ്സായിട്ട് വരും, നിന്നിൽ എനിക്ക് അതിൻ്റെ ഒരു സ്പാർക്ക് കാണുന്നുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം കഥാപാത്രങ്ങളൊക്കെ എടുക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. എന്നിട്ട് ഉർവശി ചേച്ചിയോട് മുരളിച്ചേട്ടൻ പറഞ്ഞു വിളിച്ച്, പൊടി ഒരു നല്ല കൊച്ചു വന്നിട്ടുണ്ട് കേട്ടോ, എനിക്ക് അവളെ കണ്ടപ്പോൾ സ്മിത പാട്ടീലിനെ പോലെ തോന്നി. പറയാ മുരളിച്ചേട്ടൻ. പക്ഷേ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ സീരിയലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സിനിമയിലേക്ക് വിളിക്കാനായിട്ട് എല്ലാ ഡയറക്ടേഴ്സും മടിക്കുമെന്ന്. അപ്പോൾ അത് ഓവർ ആക്ടിങ് ആണോ, പിന്നെ ചിലപ്പോൾ ഡേറ്റിൻ്റെ ക്ലാഷും പ്രശ്നങ്ങളും ആവാൻ ചിലപ്പോൾ. സീരിയൽ എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ അവിടെ ഇരിക്കുകയല്ലേ. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ബൾക്ക് ഡേറ്റ്സ് അങ്ങോട്ട് കൊടുക്കണം, അവരെപ്പോൾ വിളിച്ചാലും നമ്മൾ ഉണ്ടാവണം അവിടെ. അപ്പോൾ ചിലപ്പോൾ സീരിയലിലെ ആൾക്കാരെ വിളിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ലൊക്കേഷനിൽ അവർ വിളിക്കുമ്പോൾ അവരുണ്ടായിട്ടുണ്ടാവില്ല, അവർ സീരിയലിന് പോയിട്ടുണ്ടാവും, അപ്പോൾ തലവേദന തോന്നിയിട്ടുണ്ടാവും, അതും ഒരു കാരണമാവാം. പിന്നെ ചിലവർ പറഞ്ഞിട്ടുണ്ടാവും ഓവർ ആക്ടിങ് ആണ്, സീരിയലിൽ വരുമ്പോൾ കുറച്ച് ഓവർ ഡു ചെയ്യുന്നു. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടില്ല, എന്നോട് ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. കോമഡി നെഗറ്റീവ് റോൾ ചെയ്തിട്ടുണ്ട്, ഭയങ്കര വില്ലത്തി ചെയ്തിട്ടുണ്ട്, ദുഷ്ടതയുള്ള അതല്ല ഒരു സട്ടിലായിട്ടും ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ പോലും ഒരിക്കൽ പോലും ഞാനൊരു ഓവർ ഡു അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പം അതുകൊണ്ട് എന്നെ പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ധാരണയുണ്ട് ആളുകൾക്ക് സീരിയലിൽ വന്നാൽ പിന്നെ സിനിമയിലേക്ക് കൊള്ളില്ല എന്നൊരിത്. പിന്നെ ഓവർ എക്സ്പോഷൻ എന്ന് പറയാറുണ്ട്, എക്സ്പോസ്ഡ് ആയി ഒരുപാട്. ഞാൻ ഇപ്പോൾ എന്നെയൊക്കെ തന്നെ ചിലപ്പോഴൊക്കെ ചിലവർ പറഞ്ഞിട്ടുണ്ട്, ബീനയൊക്കെ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറേ പേര്, ബീനയൊക്കെ ഡെയിലി ഇങ്ങനെ സീരിയൽ കാണുമ്പോൾ ആളുകൾക്കൊരു മടുപ്പ് തോന്നും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വിളിക്കാത്തത് എന്നൊക്കെ. ഇത്രയും ഇങ്ങനെ ചിലവരിങ്ങനെ ചോദിക്കും, ഇത്രയും കഴിവുണ്ടായിട്ടും ബീന ചേച്ചിക്ക് എന്താണ് ഈ ബിഗ് സ്ക്രീനിലേക്ക് വരാത്തത്? ഞങ്ങളിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കുമോ കാരണം, ഈ ഓവർ ഇങ്ങനെ ഒരുപാട് എല്ലാ ദിവസവും കാണും. എനിക്ക് അങ്ങനെ ഗ്യാപ്പൊന്നും വന്നിട്ടില്ല എൻ്റെ ഈ ഇത്രയും ജേർണിയിൽ. ഒരു എപ്പോഴും എനിക്ക് സീരിയൽ ഉണ്ടാവും. അപ്പം അങ്ങനെ കണ്ട് മടുത്തതാണോ എന്ന് ചിലവർ ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആവാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്കറിയില്ല. ഇപ്പൊ ചേച്ചി തുടങ്ങിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയന്റെ ഒരു അതിപ്രസരമില്ല, ഒന്നുമില്ല. അപ്പം ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ വരുന്നു, ഇൻസ്റ്റഗ്രാം വരുന്നു, എല്ലാം വരുന്നു. ചേച്ചിയാണെങ്കിലും ഇപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ആക്റ്റീവ് ആയിട്ട്. ഇത് ചെയ്യുമ്പോൾ മൗനരാഗം ചെയ്യുമ്പോഴാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഓൺ ഇത് ചെയ്തത്, തുടങ്ങിയതൊക്കെ ഉണ്ട്. എങ്ങനെയായിരുന്നു അതിലേക്കുള്ളൊരു മാറ്റം? അത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, അതൊരു സന്തോഷത്തോടെയാണ്. ശരിക്കും ഞാൻ ആ സമയത്തൊക്കെ തുടങ്ങിയ സമയത്ത് എൻ്റെ വീട്ടിലൊക്കെ കളിയാക്കി മനുവും കൊച്ചൊക്കെ ഉണ്ടല്ലോ, അവക്ക് ഭ്രാന്ത്, എപ്പോൾ നോക്കിയാലും ഇൻസ്റ്റയിൽ വീഡിയോ ഇടല്. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കത് ഭയങ്കര ഗുണം ചെയ്തു. വർക്കില്ലാത്ത സമയത്തും ഞാനിപ്പോൾ അതിനകത്ത് കൊളാബ് കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോണത്. സത്യം പറഞ്ഞാൽ വലിയ രീതിയിൽ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഞാനത് ചെയ്തത്. അതിൽ കൂടി കിട്ടിയിട്ടുള്ള എൻ്റെ പബ്ലിസിറ്റിയും എൻ്റെ എന്താണ് ഫോളോവേഴ്സൊക്കെ കൊണ്ട് എനിക്ക് ഒത്തിരി കൊളാബറേഷൻസ്, ഇഷ്ടംപോലെ പെയ്ഡ് പ്രൊമോഷൻസാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഒത്തിരി കാശ് കിട്ടുന്നുണ്ട് എനിക്ക്. അത് വലിയ കാര്യമല്ലേ, വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഫേസ്ബുക്കിൽ അത്ര ഇതല്ല, യൂട്യൂബും വിട്ടു ഞാനിപ്പോൾ. എനിക്ക് മൊത്തം ക്രേസ് ഇൻസ്റ്റയിലാണ്. ഇൻസ്റ്റാഗ്രാം റീലുകളൊക്കെ ഡാൻസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ആക്ച്വലി ഇത് ഭയങ്കര രസമാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അത്. ആളുകൾ കളിയാക്കും തള്ളേന്നൊക്കെ പറഞ്ഞ് പക്ഷെ ആരെങ്കിലും തള്ളേന്നൊക്കെ പറഞ്ഞ് ഒരാൾ കമൻറ്റ് ഇട്ടെന്ന് വെച്ചോ, 1000 കമൻറ്റ് വരും അപ്പം തന്നെ. ആണെങ്കിൽ ഇപ്പം എന്താണ് കുഴപ്പം, അല്ലെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് തള്ളയ്ക്ക് എന്താണ് ഡാൻസ് ചെയ്തുകൂടെ, എന്താണ് നീ നിൻ്റെ വീട്ടിൽ തള്ളയില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്തൊരു സപ്പോർട്ടാണെന്നറിയോ. അപ്പോൾ ഞാനൊരിക്കൽ ഈശ്വര ശരി അല്ല ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ തള്ളയ്ക്ക് ഇപ്പം ചെയ്തുകൂടെ, എന്താ പ്രശ്നം? സിനിമയില് വരെ ഒരു അമ്മമ്മ വന്നിട്ട് പൊളിച്ചടുക്കില്ലേ ഡോളിയമ്മ, എന്താണ് കാണുന്നത്? ലൈഫിലും അങ്ങനെ തന്നെ അമ്മ അതിൽ ശരിക്കും പറഞ്ഞാൽ അത്രയൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ ലൊക്കേഷൻ ഇരിക്കുമ്പോണ്ടല്ലോ ചിരിച്ച് ഉപ്പാട് വരും അമ്മമ്മയുടെ ഡയലോഗ്സ്. ഷോ ഒരു കൺട്രോളും ഇല്ല, എന്തും പറയും അമ്മമ്മ. അയ്യോ പൊളി അമ്മ വേണ്ടത്. അമ്മമ്മ ഇങ്ങനെ പറയണ കേട്ടോ, എന്റെ കൊച്ചുമോൻ റീലുകൾ ചെയ്തിട്ടാണ് ഞാനും ഈ സിനിമയിലേക്ക് എത്തിയത്. എങ്ങനെയുണ്ടായിരുന്നു അമ്മമ്മയുടെ കൂടെയുള്ള ഒരു? എനിക്ക് സത്യം പറഞ്ഞ സ്ക്രീൻ സ്പേസ് കിട്ടിയില്ല. പക്ഷെ അമ്മമ്മയുടെ ഞാൻ ചില ദിവസം വൈകുന്നേരം അമ്മമ്മയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ അമ്മമ്മയുടെ റൂമിൽ പോയി കഴിഞ്ഞിട്ട് ഇവരൊക്കെ ലൊക്കേഷൻ പറഞ്ഞു, അയ്യോ അമ്മമ്മ പൊളിയാട്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അമ്മ വൈകിട്ട് വന്നപ്പോൾ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഭയങ്കര കൂട്ടായിരുന്നു. ഭയങ്കര രസമാണ് അമ്മമ്മ ഇവിടെ ഇരിക്കാനായിട്ട്. ഒരു
നമുക്ക് ടെൻഷനേ ഉണ്ടാവില്ല. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അവിടെ ഇരുന്നാൽ അങ്ങ് റിലാക്സ്ഡ് ആവും. അത്ര രസമാണ് അമ്മാമ്മയോട് സംസാരിക്കാൻ. ഇപ്പം ഫർസാനെ പറയാതിരിക്കാൻ പറ്റില്ല. ഫർസാനയ്ക്ക് അധികം ഡയലോഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി കണ്ണുകൾ കൊണ്ടാണ് ആദിശേഷൻ ഫർസാന കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ സീനിൽ ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവര് കണ്ണോടെ എന്നോടൊന്നും പറയുന്നില്ല. സത്യം ഞാനും വിചാരിച്ചു ദൈവം ഇവർക്കൊന്നും ഡയലോഗും കൂടി എൻ്റെ കൂട്ടത്തിൽ ഒന്നുമില്ല. വളരെ കുറച്ച് സംസാരിച്ചിട്ടുള്ള അവൾ എൻ്റെ കൂട്ടത്തിൽ. ബാക്കിയെല്ലാം ഞാനിങ്ങനെ കണകളകളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ അവൾ ആ ക്യാരക്ടറിന് ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കുന്നത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇവളൊരു ഡയലോഗ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കി ഇങ്ങനെ അതിനിങ്ങനെ ക്യാരക്ടറിന് ഇങ്ങനെ ഇതിലേക്ക് ഭയങ്കര ഇൻവോൾവ്മെൻ്റ് ആണ് കേട്ടോ ഫർസാനയ്ക്ക്. ഞാനന്ന് ഫസ്റ്റ് ജയിലിലാണല്ലോ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഞാൻ അവിടെ വെച്ചിട്ടാണ് കാണുന്നത്. ഞാൻ വേറെ ക്യാരവനിലായിരുന്നല്ലോ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഫർസാനയൊക്കെ അവിടെ ഇരിക്കുന്നു. എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഷോട്ട്. ഞാൻ ചെല്ലുമ്പോൾ കൊച്ചും ഇവളൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് ഞാൻ അവരെയൊക്കെ കാണുന്നത്. ഞാനപ്പോൾ ഫർസാന വന്ന് പരിചയപ്പെട്ടു. അപ്പോഴൊക്കെ അവൾ ആ ക്യാരക്ടറായിട്ടാണ് അവിടെ നടക്കുന്നതൊക്കെ. അല്ലാണ്ട് ഒരു ചിരികളി അങ്ങനെ ഒന്നുമില്ല. അതിൻ്റെ അകത്തെല്ലാം ആ ഒരു മൂഡില്ലേ, ആ മൂഡിൽ തന്നെയാണ് ഫർസാന. ഭയങ്കര ക്യാരക്ടറിനെ അവളത് ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്തിട്ട് അഭിനയിക്കുക. ഞാനൊക്കെ അതിന് വർത്താനം ഇത് സീൻ കഴിഞ്ഞാൽ വന്നിരുന്നത് തമാശ പറയലും മറ്റേത്. പക്ഷെ അന്ന് എനിക്ക് ഇത്തിരി ടെൻഷനായിരുന്നു. ഈ ഫസ്റ്റ് സീൻ ഈ മൊത്തം ഡയലോഗ് പഠിക്കലും ഞാൻ ഇത്തിരി നെർവസായിരുന്നു. എൻ്റെ കണ്ണൂർ സെൻട്രൽ ജയിൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. എനിക്കതിൻ്റെ മുകളിൽ ചെന്നപ്പോൾ ഇങ്ങനെ അവിടെ അതിൻ്റെ ഉള്ളിൽ നമ്മൾക്കൊക്കെ ഒരുപാട് കേട്ട കുറേ ക്രിമിനൽസിൻ്റെ പേരൊക്കെ പറഞ്ഞു. അവരൊക്കെ അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഈശ്വര അവരൊക്കെ അതിൻ്റെ അപ്പുറത്ത് അവരുണ്ട്, ഇതിൻ്റെ ഇപ്പുറത്ത് ഇവരുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എനിക്ക് ഭയങ്കര എന്തോ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു ഭയത്തിലാണ് ഞാൻ നടന്നത്. വാതിൽ തുറന്ന് എനിക്ക് അതിൻ്റെ അകത്തോട്ട് കയറി, ആ കുനിഞ്ഞ് കയറിയില്ലേ നമ്മൾ സിനിമയിലൊക്കെ കാണൂലേ ഓരോരുത്തർ ജയിലിലേക്ക്. എന്തൊരു ഫീലാണ് അത് തന്നെ എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. പിന്നെ അവിടെ പോയിട്ട് ഇരുന്ന് ഞാൻ ഈ സീനൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര, പിന്നെ ഈ സീൻ്റെ ടെൻഷനും അപ്പോഴൊക്കെ ഞാൻ ഇവളിങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇവൾ ഭയങ്കര ആ ക്യാരക്ടർ അതിനിങ്ങനെ ഇതെടുത്തിട്ടും അതിങ്ങനെ മനസ്സിൽ വെച്ചിട്ടാണ് അവൾ നടക്കുന്നതും ഇരിക്കുന്നതും എല്ലാം. അത് കഴിഞ്ഞിട്ട് അവൾ ഫ്രീ ആവുന്നുള്ളൂ. ലാസ്റ്റ് സീൻ ചെയ്യണ സമയത്ത് അവിടെ ചെന്നപ്പോൾ ഇവൾക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. ഒരു സീൻ അവളിങ്ങനെ ചെയ്തിട്ട് ഒരു നോട്ടം അത് അവളിങ്ങനെ ഭയങ്കര ഇടയ്ക്ക് അവളിങ്ങനെ കൈ ഇങ്ങനെ അവളിങ്ങനെ ഇതാവും പെട്ടെന്ന് അത് കിട്ടാൻ പിന്നെ നടക്കുമ്പോൾ ഇങ്ങനെയൊക്കും. അപ്പോഴൊക്കെ ഞാനോർത്ത് സാധാരണ എനിക്ക് ചില നമ്മുടെ സീരിയലിലൊക്കെ പിള്ളേരൊക്കെ വളരെ ഈസി ആയിട്ട് ഈ പ്രൊഫഷൻ എടുക്കുകയാണെന്ന് എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ട്. ഇത് കുട്ടികളൊന്നും അത്ര വലിയ സീരിയസ് ആയിട്ടൊന്നും ചിലവരൊന്നും എടുക്കില്ല, ചിലവരൊന്നും സ്ക്രിപ്റ്റ് വായിക്കില്ല. ചിലവരൊക്കെ കേട്ടോ, ചിലവർക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്നവർ ഒരുപാട് പേരൊക്കെ ഉണ്ട് കേട്ടോ. വേറെ കുറേ ആൾക്കാരൊക്കെ ഞാൻ കണ്ടേക്കണത് ഇത് കല്ലിയോ വലിയ എന്തെങ്കിലും വരുമ്പോൾ പറയുക ചെയ്യുക പോവുക അത്ര അങ്ങനെ ഒരു തമാശയായിട്ട് കാണുന്നവരുണ്ട്. പക്ഷെ ഞാനൊക്കെ ഒരിക്കലും പ്രൊഫഷൻ അങ്ങനെ എനിക്ക് എൻ്റെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഈ വിളക്കെടുക്കുന്ന പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ക്യാരക്ടറിനെ ഉള്ളിലേക്ക് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനെ ഭയങ്കര പിന്നെ നമ്മൾ സീൻ വായിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു മൂഡിലാണല്ലോ. ഞാൻ ആ മൂഡിൽ തന്നെ സീൻ വായിക്കുള്ളൂ, അല്ലാണ്ട് വെറുതെ വായിച്ചു പോകാൻ എനിക്കിഷ്ടമല്ല. അതെന്താണത് പറയുന്നത്, ആ ഡയലോഗിൻ്റെ അർത്ഥം എന്താണ്, അതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ സീരിയലിൽ ചെന്നാൽ എനിക്ക് ഒരു സീൻ പോലും സീരിയലിൽ വായിക്കാതെ ഞാൻ ചെയ്യില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ കഥാപാത്രത്തിന് അത്ര ഡെപ്തിൽ അവളത് ഇത് ചെയ്യുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഫർസാനേനെ. അതിൻ്റെ റിസൾട്ട് കാണാനുണ്ട്. ഭംഗിയായിട്ട് അവൾ ആ ക്യാരക്ടറിനെ ക്യാരി ഓവർ ചെയ്തിട്ടുണ്ടല്ലേ. നല്ലൊരു ആക്ട്രസ്. അവളുടെ കണ്ണുകളിൽ ഫുള്ളുണ്ട്, ആ കഥ മൊത്തം അവളുടെ കണ്ണുകളിലുണ്ട്. ആ ഫാമിലി കണ്ണുകൊണ്ട് കഥ പറഞ്ഞു. അത് അവർ പ്രത്യേകം നമ്മുടെ ഗണപതിക്ക് ഒരു വലിയ ക്ലാപ്സ് കൊടുക്കണം. അവൻ്റെ സെലക്ഷൻ അതിനെല്ലാം എല്ലാവരും ഗണപതിയുടെ കാസ്റ്റിംഗ് അവൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും പേരെ കണ്ടെടുത്തത്. ആ മോൻ്റെ വളർന്ന് വലുതായതാണ് സിനാനെന്ന് തോന്നിപ്പോവും. തിറ്റുമായിട്ടിരിക്കണില്ലേ ആ മോൻ. നല്ല ആക്ടിങ് അവന് ഭയങ്കര മെച്യൂർഡായിട്ട് ആ ക്യാരക്ടർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മറ്റേ സിനാൻ്റെ ആക്ടിങ്ങും ഭയങ്കര നന്നായിട്ട് ചെയ്തിരിക്കുന്നു. അവൻ്റെയും ടൈമിനൊന്ന് ആലോചിച്ച് നോക്ക്. അവൻ ഗണപതിക്ക് ഒരു വീഡിയോ അയച്ചു കൊടുത്ത് റിക്വസ്റ്റ് ചെയ്തതാ. എന്നാൽ ഗണപതി എന്തോരം സ്കൂളുകളിലും ഒക്കെ എന്തുമാത്രം അലഞ്ഞു, എന്തോരം പേർക്ക് ഇതൊക്കെ ചെയ്തു. പക്ഷെ അവിടെ നിന്നൊന്നും സെലക്ട് ചെയ്തില്ല. ഇവൻ വെറുതെ ചേട്ടാ എനിക്ക് എന്നെ എല്ലാവരും ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടൊന്നും എന്നെ ആരും എടുക്കുന്നില്ല, എനിക്ക് ചേട്ടൻ എൻ്റെ ഇതൊന്ന് കാണുന്നു പറഞ്ഞു. പക്ഷെ അതിൽ നിന്ന് അവന് സെലക്റ്റായി. അതാണ് ടൈം. ഇപ്പൊ ഒരു കരിയർ ഇങ്ങനെ തുടങ്ങിയ ഒരു പീക്കിലൊക്കെ എത്തിയപ്പോഴാണ് ചേച്ചിയുടെ കല്യാണം കഴിയുന്നത്. ഓക്കെ, ആ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ചേച്ചിന്റെ ഒരു കരിയർ ചേഞ്ച് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെട്ടിരുന്നു? ഒരു ബ്രേക്ക് വന്നിട്ട് പിന്നെ സീരിയലിലേക്ക് വരുമ്പോഴൊക്കെ? ബ്രേക്ക് വന്നിട്ടില്ല.
എനിക്ക് ബ്രേക്ക് വന്നിട്ടേ ഇല്ല. ഞാൻ കല്യാണം കഴിച്ചത് അതിൻ്റെ ഇടയിൽ ഞാനൊരു 3 ദിവസം മുന്നേ സീരിയലിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു, കല്യാണം കഴിക്കണു. 2ാമത്തെ ദിവസം ഞാൻ പിന്നെയും ജോയിൻ ചെയ്യണു. അത് കഴിഞ്ഞ് ഞാൻ കൺസീവായി. അപ്പോഴും 9 മാസം വരെ അഭിനയിച്ചു, മോനെ വെച്ചിട്ട്, ഉള്ളിൽ വെച്ചിട്ട്. 9ാം മാസം കഴിഞ്ഞ് 10ാമത്തെ ദിവസം പ്രസവിക്കണം എനിക്ക്, എൻ്റെ ഡെലിവറിയാണ്. പക്ഷേ ആ 9ാമത്തെ മാസം ഞാൻ കായംകുളം കൊച്ചുണ്ണി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വയറുകൊണ്ട് വയ്യാണ്ടായി. ഞാനാണ് ഈ ചവിട്ടണ ഇടിക്കണ ക്യാരക്ടറാണ് അതിനകത്ത്, പട്ടച്ചി പാത്തു. കാരണം നെഗറ്റീവ് റോള്, മുറുക്കണം, ഒരു പരുവൊക്കെ വെച്ചിട്ട് ആണുങ്ങളെയൊക്കെ കയറി ഇടിക്കും ഞാൻ, കാലുകൊണ്ടൊക്കെ ചവിട്ടും. അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് പടച്ചി പാത്തു കായംകുളം കൊച്ചുണ്ണിയിൽ. അത് ഭയങ്കര ഇഷ്ടം. പക്ഷേ അതിൻ്റെ ഡ്രസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ ഉമ്മച്ചി ഡ്രസ്സ് ഉണ്ടല്ലോ, മറ്റേ കാച്ചി കുപ്പായം, ആ കുപ്പായമൊക്കെ ടൈറ്റായിട്ട് വയറ് വെച്ചിട്ടേ നല്ല വയറായി. പിന്നെ എനിക്ക് വയ്യാണ്ടായി, എനിക്ക് നടക്കുമ്പോഴൊക്കെ പ്രശ്നമായപ്പോൾ പിന്നെ ഡയറക്ടർ പറഞ്ഞു വേറെ ആരെയും ഞാൻ ഈ ക്യാരക്ടർ ഏൽപ്പിക്കില്ല എന്ന് പറഞ്ഞു. PC വേണുഗോപാൽ ഞങ്ങളുടെ സ്ത്രീയുടെയൊക്കെ ഡയറക്ടറാണ്. സാർ പറഞ്ഞു ഈ ക്യാരക്ടറിനെ കൊല്ലാനേ പറ്റുള്ളൂ, എനിക്കിനി ഈ ക്യാരക്ടർ പിന്നെ എനിക്ക് വേറെ ആരെ ഏൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് ആരുടെ അടുത്തും കോൺഫിഡൻസ് ഇല്ല, പടച്ചി പാത്തു സേഫ് ആയിരിക്കില്ല, ഈ കഥാപാത്രത്തിനെ കൊല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം കായംകുളം കൊച്ചുണ്ണി എന്നെ കൊല്ലുന്നതായിട്ടാണ്. അപ്പം എനിക്ക് വയ്യാത്തതുകൊണ്ടാണ്, എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല വയറുകൊണ്ട്. പിന്നെയും ഞാൻ വേറൊരു മിന്നുകെട്ട് എന്ന് പറഞ്ഞ സീരിയൽ 9 മാസവും ചെയ്തു, പവിത്രബന്ധം ചെയ്തു. മിന്നുകെട്ട് പ്രസവിച്ചിട്ട് കുഞ്ഞിനെയും കൊണ്ട് പിന്നെ എൻട്രി ചെയ്തു, ഗർഭിണിയായിട്ട് അതിൻ്റെ അങ്ങനെയായിട്ട് അഭിനയിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. അതുപോലും എനിക്ക് ഗ്യാപ്പ് ഉണ്ടായില്ല, മനസ്സിലായില്ലേ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, പൊതുവേ സ്ത്രീകൾ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സപ്പോർട്ട് വേണ്ട സമയമാണ്. ഹസ്ബൻഡിൻ്റെ ഫാമിലിയുടെ ഭയങ്കര ഒരു സപ്പോർട്ട് വേണ്ട സമയമാണ്. നിങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇന്റർകാസ്റ്റ് മാരേജും കൂടിയായിരുന്നു. ഇന്റർകാസ്റ്റ്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ ക്രിസ്ത്യൻ, മനു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഹിന്ദു ഫാമിലിയിൽ നിന്ന്, നായർ തറവാട്ടിലെ കുട്ടിയാണ് മനു. എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കായിരുന്നു അന്ന്, ഭയങ്കര ടാസ്ക് എന്ന് വെച്ചാൽ. പക്ഷെ ഡാഡി സമ്മതിക്കേണ്ട. മനു അങ്ങനെ പറഞ്ഞു. മനു പറഞ്ഞു, ആദ്യം ഒക്കെ പറഞ്ഞപ്പോൾ മനു പറഞ്ഞു ഇന്റർകാസ്റ്റാണ്, അത് പ്രശ്നമാവും. മനു പറഞ്ഞു കാസ്റ്റ് ഒന്നും മാറ്റില്ല എന്ന് പറഞ്ഞു. അവളായിട്ട് തന്നെ ഇരിക്കും, ഞാനായിട്ട് തന്നെ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഇല്ല. ഡാഡിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളെ കല്യാണം കഴിപ്പിക്കുക, ഇല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ല, ഞങ്ങളിങ്ങനെ തന്നെ പൊക്കോളാന്ന് പറഞ്ഞു. ഡാഡിക്ക് അതൊരു പ്രശ്നമായി. ഒരുപാട് എതിർപ്പുകളൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷേ അതിനെല്ലാം തരണം. ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നമില്ല. എന്ന് വെച്ചാൽ എൻ്റെ അപ്പച്ചൻ ഹിന്ദു മതം എന്ന് പറഞ്ഞ് എൻ്റെ അപ്പച്ചൻ്റെ 7 അയൽവക്കത്തൂടി പോയിട്ടില്ല. ഒരു തരത്തിലും മതം എന്ന് പറഞ്ഞ പുള്ളിക്ക് ഭയങ്കര ഒരു ഇത് ചെയ്യുന്ന ആൾ. പള്ളി പോകണമെന്നും ഇഷ്ടമില്ലായിരുന്നു, ഉള്ള കാര്യം പറയാം. ഞാനൊക്കെയാണെങ്കിൽ പള്ളിയിലത്തെ ആളായിരുന്നു, കൊയർ, KCS, CL എല്ലാത്തിൻ്റെ ആളാണ് ഞാൻ. ആ സിസ്റ്റർ വന്നിട്ട് പറയും, ആൻ്റണി ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. അപ്പോൾ ക്രിസ്ത്യാനികളുടെ കുടുംബത്തിൽ അധികം പെൺകുട്ടികളുണ്ടെങ്കിൽ കുറേ എണ്ണത്തിന് അപ്പം തന്നെ കന്യാസ്ത്രീയാക്കും. ഇതിനെ വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിപ്പിക്കണ്ടല്ലോ, മനസ്സിലായില്ല. അപ്പോൾ പിന്നെ ഈ വലിയ നമ്മളൊരു സാധാരണ ക്രിസ്ത്യൻ കുടുംബമാണ്, അപ്പോൾ വലിയ ബുദ്ധിമുട്ടല്ലേ പെണ്ണുങ്ങളെ ഡെവറിയൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ എന്നെ അവർ ചോദിച്ചു, ബീനാനെ ഞങ്ങൾ ആക്കിക്കോളാം. അപ്പോൾ ഞാനും ഓക്കെ, ഞാൻ സിസ്റ്റർമാരുടെ കൂടെ പോകാൻ. അപ്പച്ചൻ പറഞ്ഞു നടക്കില്ലെന്ന് പറഞ്ഞു, എൻ്റെ മക്കളെ ഒറ്റണതിനെ ഞങ്ങൾ കന്യാസ്ത്രീയാക്കില്ല. അങ്ങനെ അത് വെച്ചാൽ പുള്ളിക്ക് ആ കാസ്റ്റ് എന്നും പറഞ്ഞുള്ള ഒരു ഇതില്ലേ, അത് ഇഷ്ടമല്ല ഒന്നാമത്തെ. അല്ലാണ്ട് വേറെ ഒരു പള്ളിയിലും പോകില്ല പുള്ളി. പള്ളിയിൽ ഞാൻ പോയിട്ട് ഞാനിന്ന് കണ്ടിട്ടില്ല. ചേച്ചിയുടെ കല്യാണത്തിനാണ് ആകെ പള്ളി കയറി ഞാൻ കണ്ടേക്കണത്. ഭയങ്കര കിടിലനായിരുന്നു എൻ്റെ അപ്പച്ചന്, കിടിലൻ ആൻ്റണി എന്നായിരുന്നു പേര് തന്നെ. പിടി അങ്ങനെയൊക്കെ ഭയങ്കര. എല്ലാവർക്കും എന്നെ ആരും ലൈനടിക്കുക പോലും ഇല്ല മഞ്ഞുമ്മേൽ അപ്പച്ചനെ പേടിച്ചിട്ട്. ആ ഒരാൾ പോലും ഞങ്ങളെയൊന്നും നോക്കില്ലായിരുന്നു. വെച്ചാൽ അത്ര കിടിലൻ ആൻ്റണി ആയിരുന്നു. അപ്പോൾ കല്യാണത്തിന് എനിക്ക് ഇൻ്റർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പച്ചനോട് ഞാൻ ജസ്റ്റ് അപ്പച്ചൻ നടത്തി തരും, അതാണ് എൻ്റെ ഫാദർ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു ഞാൻ സംസാരം. പക്ഷേ എനിക്ക് പേടി. മനോജിൻ്റെ വീട്ടിൽ പെർമിഷൻ കിട്ടട്ടെ, ഞാൻ വെയിറ്റ് ചെയ്തു. പെർമിഷൻ കിട്ടിയപ്പോൾ അപ്പച്ചൻ ഡാഡിയെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്തു, കല്യാണം നടത്തി. അമ്മ താരസംഘടനയിലെ വഴക്ക് 1 വർഷം തികയുന്നതിന് മുമ്പ് ഹേമ കമ്മിറ്റീന്റെ സമയത്താണ് ഒരു ഭരണസമിതി രാജിവെച്ച് പോയത്. അത് കഴിഞ്ഞ് പുതിയൊരു ഭരണസമിതി വരുന്നു, ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആയിട്ടുള്ള സമിതി വരുന്നു. അതും 1 വർഷം തികയുന്നതിന് മുമ്പേ പോയി. ഇന്നലെ എല്ലാ 17 അംഗങ്ങളും പോയി. എന്താണ് ശരിക്കും ഈ അമ്മയിൽ സംഭവിക്കുന്നത്? അമ്മയുടെ ഒരു മുഖച്ഛായ തന്നെ ഇപ്പം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് എത്തുന്നത് ഭയങ്കര മോശം, ഭയങ്കര സങ്കടമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഈ മീറ്റിങ്ങിന് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ വർഷവും പോകുമ്പോഴും ഭയങ്കര സന്തോഷത്തിൽ. കാരണം 1 വർഷം കൂടുമ്പോൾ നമ്മൾ മമ്മൂക്ക 1 വർഷം കയറി എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വരുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം, ഞാൻ ഈ ദിവസം കാത്തു വെച്ചിരിക്കണം എന്ന് പറയാമോ, എല്ലാവരും ഇങ്ങനെ കാണാനാണെന്ന്.
അതിൻ്റെ 100 ഇരട്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മമ്മൂക്ക അത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ 100 ഇരട്ടിയാണ്. എല്ലാവരെയും ഒന്ന് നേരിട്ട് കാണുക, സംസാരിക്കുക. നമ്മുടെ പഴയ ആർട്ടിസ്റ്റുകളൊക്കെ വരും. വയ്യാത്ത എത്രയോ അമ്മമാരൊക്കെ ആണെങ്കിലും അവരൊക്കെ ആ ഒരു ദിവസം ഓടിയെത്തും അവിടെ. എന്തിനാണെന്നറിയോ? എല്ലാവരും ഒന്ന് കാണാൻ. ആ പഴയ നമ്മുടെ കാലങ്ങളൊക്കെ ഉണ്ടല്ലോ, അഭിനയിച്ചിരുന്ന കാലം, അന്ന് കണ്ടവരെയൊക്കെ ഒന്നും കൂടി ഒന്ന് കാണാൻ. പക്ഷേ ഈ പ്രാവശ്യത്തെ മീറ്റിങ്ങിന് പോയപ്പോൾ ഒരാഴ്ച മുന്നേയൊക്കെ മനസ്സിൽ ഭയങ്കര പടപടപ്പായിരുന്നു. എന്താണാവുക, ഇനി അവിടെ ചെന്ന് എന്ത് സംഭവിക്കും. ശരിക്കും ഭയങ്കര ആ ഒരു ടെൻഷനിലൂടെ പോയ പോലെ തന്നെയൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എല്ലാം നിർഭാഗ്യകരമായി പോയി. ഈ ഒരു ഇവർ വന്നപ്പോൾ, ഈ നേതൃത്വം വന്നപ്പോൾ, ഈ സ്ത്രീകളുടെ ഭയങ്കരമായിട്ട് നമ്മൾ അഭിമാനവും സന്തോഷവും സപ്പോർട്ട് ചെയ്ത് ഇവർ കാണിക്കട്ടെ. നമ്മൾ കാണിക്കണം ഈ ഒരു നേതൃത്വ നിരയിൽ ഈ സ്ത്രീകൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഇവർ അട്ടർ ഫ്ലോപ്പ് എന്ന് പറയില്ല കേട്ടോ. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എന്തെല്ലാം കാര്യങ്ങൾ അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തു നമുക്കതൊക്കെ അറിയാം. വിറ്റ്നസ് ചെയ്തിട്ടുള്ളവരാണ്. ഈ ശ്വേതയോ കുക്കുവോ അല്ലെങ്കിൽ ഈ പറയുന്ന ആരും മോശക്കാരുമല്ല. പക്ഷേ അവരുടെ തുടക്കത്തിലെ തന്നെ കുറേ പാളിച്ചകളോടെ സംഭവിച്ചു പോയി ഇവർക്കിടയിൽ തന്നെ. ശ്വേതയ്ക്കും കുക്കുവിനും തമ്മിലുള്ള ഇടയിലുള്ള ഈഗോ ക്ലാഷസ് വന്നു കുറേ. പിന്നെ കുറേ ചേരിയായിപ്പോയി അവിടെ. പല ഇവർ ഈ 17 പേര് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരു അമ്മ എന്ന് പറഞ്ഞാൽ ഇവരെന്താ ചിന്തിച്ചത്? ഒരു അമ്മയെ നേതൃത്വ നിരയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ അംഗങ്ങൾ ആരൊക്കെയാണ്? മധുസാറ് തുടങ്ങിയുള്ള അവർ അതുപോലെയുള്ള നമ്മുടെ ലെജൻസ് എത്രയോ ആൾക്കാർ, മമ്മൂക്കയും ലാലേട്ടനെയൊക്കെ പോലെയുള്ള ഇത്രയും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സൂപ്പർ സ്റ്റാർസും നമ്മുടെ ഇത്രയും വലിയ അമ്മയെ പോലത്തെ ഒരു താര സംഘടനയെ നയിക്കുമ്പോൾ അവരതിലെത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ടേ? ഒരു ഇഷ്യൂ വരുമ്പോൾ അവർ ചിന്തിക്കണം. പുറത്തേക്ക് പോയിട്ട് ഇതുപോലുള്ള വൃത്തികേടുകൾ വിളിച്ച് പറയുക, ഇത് ഒരു അമ്മയുടെ തലപ്പത്തിരുന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവർ പലരും ചെയ്തു. അതാണ് അവർക്ക് തെറ്റിപ്പോയത്. അല്ലാണ്ട് ഇവിടെ അവർ മോശക്കാരല്ല, പെണ്ണുങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്തവരായിട്ട് ഒന്നും ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നു. എനിക്ക് ഭയങ്കര സങ്കടം ശ്വേത രാജിവെച്ചതിൽ. ശ്വേത ഒരിക്കലും രാജിവെക്കരുതായിരുന്നു. കാരണം ശ്വേത അതിന് മുന്നിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതിനും വീണ്ടും വല്ല ക്രിമിനൽ കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടുമില്ല ഇവരാരും. പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള പിന്നെ അൻസിബ എന്ന് പറയുന്ന കുട്ടിയെ, അവൾ പറയുന്ന പ്രശ്നങ്ങൾ കേൾക്കാൻ അവരൊരു ഇത് കൊടുത്തില്ല. അതൊരു തെറ്റായിപ്പോയി. ശ്വേത ഇനി ബാക്കി ഇനി ആരെങ്കിലും ശ്വേതയെ പറഞ്ഞു തിരിച്ചതാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവരുടെ ഇടയിൽ എന്ത് സംഭവിച്ചു നമുക്ക് പുറത്ത് നിന്നിട്ടല്ലേ അറിയുള്ളൂ. ശ്വേതാ മേനോൻ പറയുന്നത് കേട്ടിരുന്നു, അവർക്ക് പറയാനുള്ളൊരു ഇത് കൊടുക്കുന്നില്ല, അവരെ കോർണർ ചെയ്യാണ് ആൾക്കാർ ചെയ്യുന്നതെന്ന് ശ്വേതാ മേനോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശ്വേത, പക്ഷെ നമ്മൾക്കിപ്പോൾ പുറത്തുനിന്ന് ഇന്നലെ സംസാരിക്കുമ്പോൾ ശ്വേത സംസാരിച്ചു. ശ്വേത കുറേ നേരം സംസാരിച്ചപ്പോൾ സത്യത്തിൽ എൻ്റെ മനസ്സ്, ഞാൻ ഇവിടെ നിന്ന് 100% ഇതായിട്ട് പറയാം, എനിക്ക് പിന്നെ തോന്നി ശ്വേതയ്ക്കൊക്കെ ഇനിയും ഒരു ചാൻസ് കൊടുക്കണം. അവർ പറഞ്ഞു ഒരു 45 days അപ്പോൾ അവർ കണക്കുകൾ കൃത്യമായിട്ടും എല്ലാ കാര്യങ്ങളും തീർച്ചിട്ട് അവർക്കൊന്നും കൂടി അവർ ഈ 3 വർഷം തികയ്ക്കണമെന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു, സത്യം പറയാം. പക്ഷെ പിന്നെ അവിടെ ഉണ്ടായ കുറേ നാടകീയ രംഗങ്ങൾ, എന്താ പറയുക, അൻസിബ വന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ അവിടെ എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായി. ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായി. പിന്നെ അവർക്ക് മാറിയ തരയുണ്ടായുള്ളൂ. ജനറൽ ബോഡിയിൽ ഒരു 75% ആൾക്കാർ എതിർപ്പ് നിന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ സങ്കടമുണ്ട്, ശരിക്കും സങ്കടമുണ്ട്. ആ ഒരു ടീമിന് മുഴുവൻ 3 വർഷം പോകാൻ പറ്റാത്തതിൽ ഞാൻ ശരിക്കും എനിക്ക് നല്ല വിഷമമാണ് ഉള്ളത്. പക്ഷെ അവർക്ക് തെറ്റുകൾ ഇപ്പോൾ ആർക്കും പറ്റാട്ടോ. ഞാൻ പറയണത് ഇപ്പം എല്ലാവരും പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ല. ഇപ്പം എല്ലാവർക്കും തെറ്റുകൾ പറ്റിയാണ്, തെറ്റുകളിൽ കൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ എൻ്റെ ഒറ്റ ഒരു സങ്കടം എന്ന് വെച്ചാൽ ഇത്രയും മോശമായിട്ടുള്ള രീതി ഇവർക്ക് അതിൻ്റെ ഉള്ളിൽ തീർക്കാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ എല്ലാം എടുത്ത് വെളിയിലേക്കിട്ട് നശിപ്പിക്കേണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രയേറെ ഇവർ ഉണ്ടായ കംപ്ലീറ്റ് കാര്യങ്ങളും അവരവിടെ എന്ത് സംസാരിച്ചോ അപ്പം തന്നെ ഒരു ചാനലിലേക്ക് വരികയാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, എത്ര മോശമാണത്. അത് കൺട്രോൾ ചെയ്യാൻ പോലും അവർക്ക് പറ്റുന്നില്ലല്ലോ. അവർക്ക് ഈ 17 പേരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ചാനലിൽ വരണേന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റില്ലേ? അതവർക്ക് അന്ന് തന്നെ അതിനൊരു തീരുമാനം എടുത്തിട്ട് ഇവിടെ എന്ത് സംഭവിച്ചാലും ഒരാൾ പോലും ഇത് പോയിട്ട് പുറത്ത് പറയാൻ പാടില്ല. അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയ അന്ന് നീനയോട് പറഞ്ഞ വാക്കുകൾ ഇതൊരു മോശം വാക്കുകളായിരുന്നു. അതൊരിക്കലും അത് ഇനിയിപ്പോൾ വന്നു, അവർ തമ്മിൽ അവിടെ തീർക്കേണ്ടതാണത്. അത് പുറത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു, ഇതെല്ലാം വെളിയിലേക്ക് എടുത്തിട്ട് ഒരു സംഘടനയാകുമ്പോൾ 17 അഭിപ്രായങ്ങൾ വരും. ഇതൊക്കെ സംഭവിക്കാം, എല്ലായിടത്തും സംഭവിക്കുന്നുണ്ടാവും, സ്റ്റിൽ ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എടുത്ത് വെളിയിലേക്കിട്ട്
ഇതൊരു മോശമാക്കിയത് ആരാണ്? ഇവർ തന്നെ. അതിനവർക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ലെന്ന് എനിക്ക് അഭിപ്രായമുള്ളൂ. ഈ അമ്മയിലെ മുതിർന്ന നടന്മാരായ മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള താരങ്ങളുടെ ഒരു പ്രതികരണം എന്തായിരുന്നു ഇന്നലത്തെ മീറ്റിംഗ്? നമുക്ക് വന്നില്ല. എന്താണ് കാരണം നമുക്കറിയില്ല. നമുക്ക് വന്നിട്ടില്ല. ലാലേട്ടൻ വന്നു വൈകുന്നേരം വരും. ലാലേട്ടൻ വന്നിട്ട് ഒരു കാര്യം അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല ആക്ച്വലി ലാലേട്ടന്. ലാലേട്ടൻ വന്നു ഇത്ത കാര്യം പറഞ്ഞോളൂ. ഒരുപാട് വിഷമത്തോടെയാണ്, ഒരുപാട് സന്തോഷത്തോടെ വരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ പുള്ളി ഇരിക്കലുണ്ടപ്പോൾ ഞാനൊക്കെ ബാക്കിലിരുന്ന് ഭയങ്കര ടെൻഷനാണെന്നില്ല. കാരണം ലാലേട്ടനെ പോലെ ഒരു വ്യക്തി ഇവിടെ ഫ്രണ്ടിലിരിക്കുകയാണ്. ഈ ആർഗ്യുമെൻറ്റ്സും പ്രശ്നങ്ങളും ഇതൊക്കെ നടക്കുമ്പോൾ ലാലേട്ടൻ്റെ മനസ്സിലും എത്ര ആങ്സൈറ്റിയും ടെൻഷൻ ചെയ്തു. കാരണം പുള്ളിക്ക് ഇത് കയറി എതിർക്കാനും പറ്റുന്നില്ല. പുള്ളി പക്ഷേ കയറിയിട്ട് പറഞ്ഞ ഒറ്റ കാര്യം, എനിക്കിത് കണ്ടിന്യൂ ചെയ്യണമെന്ന് നിർബന്ധിക്കാൻ പറ്റില്ല. ഇവർക്ക് 45 days കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഈ ജനറൽ ബോഡി ഇവർ തീരുമാനിക്കുക. നിങ്ങൾ പറയുന്നത് പോലെ അല്ലാണ്ട് ഞാനായിട്ട് ഈ ഒരു ഇവരെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയാൻ ഞാൻ ആളല്ല. ഞാനിവിടുന്ന് പുള്ളിയെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അൻസിബയുടെ പ്രസംഗം അടക്കം അൻസിബ പറഞ്ഞ ഏകദേശം 3/4 മണിക്കൂർ അൻസിബ സംസാരിച്ചു. അവളുടെ കാര്യങ്ങൾ അക്കമിട്ട് എണ്ണമിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾ തീരുമാനം എടുക്കുക. പക്ഷെ ഒറ്റ ഒരു വാക്കിൽ ഞങ്ങളെല്ലാവരും കൈയടിച്ചു. നിങ്ങൾ ആരും പേടിക്കണ്ട, ഇനി എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അമ്മ എന്നും സേഫായിരിക്കും, ഞാൻ ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ കാര്യത്തിൽ ഞങ്ങളെല്ലാവരും സന്തോഷപ്പെട്ടു. പക്ഷേ ഇപ്പോഴും ഈ വന്ന പ്രശ്നങ്ങൾക്കെല്ലാം രീതിയിൽ എല്ലാവരെയും ബാധിച്ചില്ലേ? ഇപ്പോൾ മമ്മൂക്ക അടക്കം ലാലേട്ടനടക്കം എല്ലാവരെയും ബാധിക്കുന്ന ഒരു അതും സ്ത്രീകൾ വന്നിട്ട്, അതൊരു സ്ത്രീ എന്ന നിലയിൽ എനിക്കതിൽ ഒരുപാട് സങ്കടവും വിഷമമുണ്ട്. ഇപ്പം ഈ സമിതി മാറി. ഇപ്പൊ ഹേമ കമ്മിറ്റി വന്ന സമയത്ത് ആദ്യത്തെ സമിതി മാറി, രണ്ടാമത്തത് ഇപ്പൊ ഇങ്ങനെ മാറി. ഈ അമ്മയിൽ ഈ തർക്കമല്ലാതെ അമ്മേന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പൊ ചാരിറ്റി പോലെ, പെൻഷൻ പോലുള്ള പ്രവർത്തനങ്ങൾ. ഈ തർക്കത്തിന്റെ ഇടയിൽ ഇതിന്റെ ഒരു സുഗമമായിട്ടുള്ളൊരു ഇടപാടുകൾ, അതിലൊരു നിങ്ങൾക്കൊരു ആശങ്ക ഉണ്ടാവില്ലേ? അമ്മയിലെ ഭാരവാഹി എന്ന നിലയിൽ അങ്ങനത്തെ ഒരു ആശങ്ക നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ആശങ്ക എപ്പോഴും എന്തായാലും ഉണ്ടാവുമല്ലോ. ഇങ്ങനത്തെ ഒരു പ്രശ്നം നടക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു ആശങ്ക ഉണ്ടാവും. കാരണം ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇതൊക്കെ ഇനി കണ്ടിന്യൂ ചെയ്യുമോ, ഇതൊക്കെ നിന്ന് പോകുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെഡിസിൻ മൊത്തം അമ്മയാണ് തരുന്നത്. സഞ്ജീവനി മൊത്തം ആൾക്ക് എന്തുമാത്രം മെഡിസിൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇത്രയും പേരുടെ മെഡിസിൻ അമ്മയാണ്. 2-3 മാസത്തെ ഒരുമിച്ചുള്ള മെഡിസിനാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ കാര്യങ്ങൾ നടക്കുന്നു. പെൻഷൻ കൈനീട്ടം എന്നുള്ള കാര്യം 100 ചില്ലാനും പേർക്കാണ് ഇപ്പോൾ കൈനീട്ടം കിട്ടുന്നത്. 5000 രൂപ വെച്ച് എല്ലാ മാസവും. പിന്നെ മറ്റേ നമ്മുടെ ഇൻഷുറൻസ് വലിയ കാര്യമല്ല. ഞാൻ കോവിഡിനൊക്കെ എത്രയും കിടക്കുമ്പോൾ 2,50,000 3 ലക്ഷം കണ്ടുകൊണ്ട് ഞാനന്ന് വളരെ സീരിയസ് ആയിട്ട് കിടന്നത്. എല്ലാം അമ്മയാണ് ചെയ്തത്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ, എന്നെന്ന് വെച്ചാൽ എന്നെപ്പോലൊരു ആർട്ടിസ്റ്റിന് പോലും അതൊരു വലിയ, അപ്പോൾ എന്നെക്കാളും വർക്കൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും ഭയങ്കരമായി പ്രശ്നത്തിലുള്ള ആൾക്കാരും ഉണ്ട് നമുക്കിടയിൽ. അവരെയൊക്കെ സംബന്ധിച്ചും ഭയങ്കരമായ ആശങ്കയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഉണ്ടായൊരു സംഭവം കൂടി പറയും. ഇന്നലെ നമുക്ക് ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കി. അതിലൊരാളെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് ആളില്ല നമുക്ക് പറയാനായിട്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈനീട്ടം വാങ്ങുന്നവർക്കൊന്നും ഈ അഡ്ഹോക് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ നമുക്ക് എലക്ഷനോ നിൽക്കാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അല്ല, ഇടവേള ബാബു ലാസ്റ്റായിട്ട് നിന്ന് പോണ വർഷമില്ലേ, ആ സമയത്താണ് ഇങ്ങനെ ഒരു നിയമം അത് കൊണ്ടുവന്നത്. ഈ കൈനീട്ടം വാങ്ങുന്നവരെല്ലാവരും താൽക്കാലിക മെമ്പേഴ്സാക്കി കളഞ്ഞു. ഞങ്ങളൊക്കെ ലൈഫ് മെമ്പറായിരുന്നു. ഞാൻ അമ്മ തുടങ്ങുന്ന വർഷമുണ്ടല്ലോ, ബിഗിനിങ് അന്ന് തുടങ്ങി. അന്ന് ഈ തിരുവനന്തപുരത്ത് ഇതിൻ്റെ തുടക്കം, അന്ന് 3-4 ദിവസം അവിടെ ക്യാമ്പ്, ഞങ്ങൾ ഡാൻസ് പാട്ട്, അന്നുള്ള മെമ്പറാണ് ഞാൻ. തുടങ്ങി അന്ന് തുടങ്ങി. ഇന്നലെ 32ാമത്തെ യോഗത്തിലും പങ്കെടുത്ത ആളാണ് ഞാൻ. ഓന് പ്രസവിച്ച് കിടന്ന് 1 വർഷമാണ്, ഡെലിവറി കഴിഞ്ഞ വർഷം മാത്രമേ ഞാൻ പങ്കെടുക്കാത്തുള്ളൂ. ബാക്കി എല്ലാ വർഷവും കറക്റ്റായിട്ട് ഇതിൽ പങ്കെടുത്ത ആളാണ്. പക്ഷേ ഞാനൊക്കെ കഴിഞ്ഞ എൻ്റെ 2 വർഷം മുന്നേ ഇടവേള ബാബു പെട്ടെന്ന് വായിക്കുകയാണ് ഇവരെല്ലാവരെയും താൽക്കാലിക മെമ്പേഴ്സ് ആക്കുന്നു. ഭയങ്കര വിഷമം തോന്നി. അങ്ങനത്തെ ഒരു തീരുമാനത്തിൽ ഭയങ്കരമായൊരു എല്ലാവർക്കും ഭയങ്കര ഒരു സങ്കടമുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ അതിലൊരു തിരുത്തൽ വേണമെന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കൈനീട്ടം വായിക്കുന്നുണ്ട്. ഒറ്റ ആൾക്ക് പോലും ഈ നേതൃസ്ഥാനത്തേക്ക് വരാൻ പറ്റില്ല. അവരാരെയും പരിഗണിക്കാൻ പറ്റില്ല. ആകെയുള്ളത്
കുറച്ച് മേടിക്കാത്ത കുറച്ച് സീനിയേഴ്സ് മെമ്പേഴ്സൊക്കെ ഉണ്ടാവും, സീനിയർ മെമ്പേഴ്സ്, അതൊന്നും ആവശ്യമില്ലാത്തവർ, അല്ലാത്തവരെല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ ലളിത ചേച്ചി വരെ, പൊന്നമ്മ ചേച്ചി വരെ, അല്ലെങ്കിൽ എല്ലാവരും വന്ന് സീമാമ്മ ഇവരൊക്കെ വാങ്ങിക്കുന്നുണ്ടല്ലോ, എല്ലാവരും കൈനീട്ടം വാങ്ങിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് അങ്ങനൊരു നിയമം അന്ന് പെട്ടെന്ന് അങ്ങനെ ഇതിലേക്ക് പറഞ്ഞു വന്നതാണ്. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു തിരുത്തൽ വേണമെന്നും അതിലൊരു നിയമത്തിലുള്ളതാണോ എന്നും അങ്ങനെ ചെയ്യാൻ പാടില്ലേ എന്നുള്ളൊക്കെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഇത് വേണമെന്ന്. കാരണം ഒരാളെ നമുക്ക് പറയാനില്ല. ഞങ്ങളൊക്കെ എറണാകുളത്ത് കിടക്കുന്നവരാണ്. പിന്നെ ഞാനിതിലല്ലെങ്കിൽ വർക്കിംഗ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. എന്താവശ്യത്തിന് ഇപ്പോഴും അവിടെ എന്തൊരു പാക്കിങ്ങോ കാര്യങ്ങളോ എന്ന് പറഞ്ഞാൽ അപ്പം വിളിക്കും പിള്ളേർ. ഞങ്ങൾ അവിടെ പോയിട്ട് രാവിലെ തുടങ്ങി രാത്രി വരെ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടേ ഞാൻ പോരാറുള്ളൂ. അതിൽ കൂടെ നിന്ന് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് ശരിക്കും മനസ്സുകൊണ്ടേത്. ഇതിന് നേതൃത്വ സ്ഥാനത്ത് നമുക്ക് ആഗ്രഹം പറഞ്ഞ പോലെ. ഇപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട്, ചേച്ചിയൊക്കെ എന്താണ് ഈ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരായിട്ട് 35 വർഷമായില്ലേ ഞാൻ ഇൻഡസ്ട്രിയിൽ, എന്തുകൊണ്ടാണ് നിങ്ങളൊന്നും വരാത്തതെന്ന്. പക്ഷെ ഇതുകൊണ്ടാണ് നമ്മൾ വരാത്തതെന്ന് ഞാൻ പറയാണ് എൻ്റെ ഇടയിൽ. ഇപ്പൊ ഈ യുവതാരങ്ങളിൽ പലരും ഈ അമ്മയുടെ നേതൃസ്ഥാനം, അമ്മയിലെ അങ്ങനത്തെ പരിപാടികളിൽ നിന്നൊക്കെ കുറച്ചൊരു വിട്ട് നിൽക്കുന്നതായിട്ട് പൊതുവേ കാണുന്നുണ്ട്. അപ്പൊ അവരെ യുവ നടന്മാരെയും യുവ സംവിധായകന്മാരെയും ആകർഷിക്കാനോ അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യാനോ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? അല്ല അത് ശരിക്കും പറഞ്ഞാൽ ഈ നേതൃത്വ നിരയിലേക്ക് വരുന്നവർ ശരിക്കും അതിനുവേണ്ടി ശ്രമിക്കണം. എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കമ്മിറ്റി വന്നപ്പോൾ, സ്ത്രീകൾ വന്നപ്പോൾ എനിക്ക് വലിയ എൻ്റെ ഒരു മനസ്സിലൊരു ആഗ്രഹമായിരുന്നു, നമ്മുടെ ഇതിൽ നിന്ന് വിട്ടുപോയ ഭാവന, പാർവതി തിരുവോത്ത്, പിന്നെ നമ്മുടെ റീമ കല്ലിങ്കൽ, പിന്നെ രേവതി ചേച്ചി, പിന്നെ ആരാണ് രമ്യ നമ്പീശൻ, ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞ് സംസാരിച്ച് അതിനെ നയിപ്പിച്ച് നമ്മുടെ അമ്മയിലേക്ക് കൊണ്ടുവരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അതിനൊന്നും ഇനിഷ്യേറ്റീവ് എടുക്കാനോ സംസാരിക്കാനോ ഒന്നും നടന്നില്ല. അതൊരു ശരിക്കും അവരെയൊക്കെ നമ്മൾ കൊണ്ടുവരേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലെ, അതൊക്കെ നേതൃത്വ നിരയിലേക്ക് വരുന്നവർക്കല്ലേ, അല്ലാണ്ട് എനിക്കൊക്കെ പോയിട്ടൊന്നും ഇതൊക്കെ സംസാരിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ. പിന്നെ അത് മാത്രമല്ല, യങ്സ്റ്റേഴ്സ് ആൾക്കാരെ നമ്മുടെ എന്തോരം നായികന്മാരുണ്ട്, ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയും ഇതൊരു എന്താ പറയുക മറ്റുള്ളവരിലൊക്കെ നല്ലൊരു വിശ്വാസം ഉണ്ടാക്കി, നല്ലൊരു കെട്ടുറപ്പുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവർ ആര് പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ അമ്മ പോലൊരു സംഘടന വേറെ എങ്ങുമില്ല. ഇതുപോലെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരും വളരെ ഇതായിട്ട് നോക്കിക്കാണുന്ന ഒരു സംഘടനയാണ് അമ്മയിൽ, നമ്മുടെ മലയാളത്തിലുള്ള അമ്മയെ. അപ്പോൾ അത് ആ ഒരു സീരിയസ് ആയിട്ട് നമ്മൾ അതിനെ എടുക്കണ്ടേ? അതിൻ്റെ തലപ്പത്തേക്ക് ഒരാൾ വരുമ്പോൾ വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മളിലുള്ളതെന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഓരോ സ്റ്റെപ്പും വയ്ക്കാനായിട്ട്. നമ്മളിൽ നിന്ന് വരുന്ന ഒരു വാക്കും വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ പറയാൻ. പുറത്തൊക്കെ പോയിട്ട് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാം. നമ്മുടെ കഴിഞ്ഞ കമ്മിറ്റിയിലുണ്ടവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റതായിരുന്നു. നമ്മൾക്ക് അവർക്ക് കൊടുത്തു വെച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൻ്റെ സീരിയസ്നെസ് അവർ മനസ്സിലാക്കിയില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതെ. അപ്പം അമ്മയിലെ തർക്കങ്ങൾ ഒരു പക്ഷത്തോടെ അങ്ങനെ നടക്കട്ടെ, നമുക്കൊരു പരിഹാരം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പം ധ്യാനും അജുവൊക്കെ പറഞ്ഞിരുന്നു, ധ്യാനും ഇവരൊക്കെ വരാൻ. പിന്നെ ഇവനുണ്ടല്ലോ ആസിഫ് അലിയും ഇവരൊക്കെ വരാമെന്ന് ഇപ്പോൾ പറയുന്നുണ്ട് പിള്ളേരൊക്കെ. അപ്പോൾ ഇവരൊക്കെ വരട്ടെ, ഈ കുട്ടികളൊക്കെ വന്ന് നമ്മുടെ നേതൃത്വ നിരയിലാണെങ്കിലും നമ്മുടെ കുട്ടികളെല്ലാവരും വന്ന് നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ വന്ന് ആ അമ്മയിലൊക്കെ ഇരിക്കുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും, കാണാൻ കൊതിയാണ് അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ ഒരു നാളത്തെ ഒരു അമ്മ അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതെ, തീർച്ചയായിട്ടും. അപ്പം ചേച്ചിക്ക് സിനിമയിൽ വലിയൊരു ക്യാരക്ടേഴ്സ്, ഇനി നല്ല നല്ല ഷംനത്ത പോലത്തെയുള്ള നല്ല നല്ല ക്യാരക്ടേഴ്സ് ഇനിയും ചേച്ചിക്ക് കിട്ടട്ടെ എന്നും കൂടി ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്.